ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഷവർ ക്ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുട്ടാ. പല രീതിയിൽ ആൾക്കാർ ഷവർ ക്ലോക്ക് സെറ്റ് ചെയ്യാറുണ്ട്. നമ്മളെങ്ങനെ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇത് 3/4 ഒരു ഷവർ ക്ലോക്ക് കേട്ടോ. ബാത്റൂമിൽ നമ്മൾ സാധാരണ എല്ലാ ബാത്റൂമുകളിലും 3/4 ഷവർ ക്ലോക്ക് തന്നെ കൊടുക്കാറ്. അപ്പോൾ ഇതിലേക്ക് ടൈറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള 2 MT ആണ് വേണ്ടത്. നമ്മൾ ഈ ബാത്റൂമിൽ CPVC പൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ CPVC MT തന്നെ നമ്മൾ ഇതിലേക്കായിട്ട് എടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രീ ആയിട്ട് വെറുതെ MT ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് നോക്കണം. എത്ര ത്രെഡ് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് നോക്കണം. ഫുള്ളായിട്ട് കയറുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ചില ഷവർ ക്ലോക്കിൽ ഫുള്ളായിട്ട് കയറില്ല, ചില കമ്പനിയുടെ ഷവർ ക്ലോക്കിൽ ഫുള്ളായിട്ട് കയറാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കയറുന്നു നോക്കിയിട്ട് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്യണം. കാരണം അത് MT ഫുള്ളായിട്ട് മുട്ടി എന്നാലും അതിൻ്റെ ടൈറ്റിങ് കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു തൃപ്തിയില്ലാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം MT ടൈറ്റ് ചെയ്ത് നോക്കുക. എത്ര പുറത്തേക്കുണ്ട് നോക്കിയിട്ട് എത്ര ത്രെഡ് പുറത്തേക്കുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യണം എങ്ങനെയാ വെച്ചാൽ, ഒന്നല്ലെങ്കിൽ ചാക്ക് ചരട് അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് ആദ്യം ഷെല്ലാക്ക് ഇട്ട് ടൈറ്റ് ചെയ്യും. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഷെല്ലാക്കാണ് കേട്ടോ. എംസിൽ പ്ലംബർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് വൈറ്റ്, അത് ആദ്യം നമ്മൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിനോട് ഒന്നുകൂടി നന്നായി വരിക ഷെല്ലാക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എംസിൽ പ്ലംബറൊക്കെ നമുക്ക് പുറത്തുള്ള ഫിറ്റിങ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അയച്ചെടുക്കാൻ പറ്റുന്ന ഫിറ്റിങ്സുകൾക്കൊക്കെ നമുക്ക് ഇടയ്ക്കിടെ അയക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ എംസിൽ പ്ലംബർ ഇടാം. പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഷെല്ലാക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ MT ചെയ്യുമ്പോൾ നമ്മൾ ചാക്ക് ചരട് ചുറ്റിയതിന് ശേഷം ഷെല്ലാക്ക് വീണ്ടും തേച്ച് കൊടുക്കുക. ചാക്ക് ചരട് ഒറ്റ ലെയറെ ചുറ്റാൻ പാടുള്ളൂ കേട്ടോ. കറക്റ്റ് ത്രെഡിൻ്റെ ഗ്യാപ്പിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് ചുറ്റി നിർത്തുക. പിന്നെ നമ്മൾ ത്രെഡ് സീൽ എടുക്കുക. ത്രെഡ് സീൽ നന്നായിട്ട് ഷെല്ലാക്ക് ഇട്ടതിന് ശേഷം ത്രെഡ് സീൽ ചുറ്റി കൊടുക്കുക. അത് ഏകദേശം മീഡിയം ടൈപ്പ് ലെവലിൽ നമുക്കറിയാലോ, കണ്ടറിയാം ഏകദേശം ത്രെഡ് സീലിൻ്റെ ഒരു കനം വന്നു കഴിഞ്ഞാൽ, ത്രെഡിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചുറ്റിൽ നിർത്തിയിട്ട് ഷവർ ക്ലോക്കിലേക്ക് ടൈറ്റ് ചെയ്ത് നോക്കുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2 ത്രെഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രെഡ് കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ചെരിഞ്ഞിട്ട് പോകുന്നുണ്ട് ഒരു സൈഡിലേക്ക് ത്രെഡ് തെറ്റിയിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഷവർ ക്ലോക്കിൽ MT ടൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ത്രെഡ് ചെരിഞ്ഞിട്ട് പോകാറുണ്ട്, ഏത് ഷവർ ക്ലോക്കായാലും. അപ്പോൾ അത് നമ്മൾ MT കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് നോക്കുക. 2 ത്രെഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റാണോ നേരെയാണോ പോകണമെന്ന് നോക്കി, ചെരിഞ്ഞിട്ട് ത്രെഡ് തെറ്റി പോകണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളിത് ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ MTയുടെ ത്രെഡിൻ്റെ കടക്കിൽ വിള്ളൽ വരും, പൊട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ നമ്മളപ്പോൾ അറിയില്ല. നമുക്ക് ഉള്ളിൽ നോക്കിയാൽ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ വര വരും. ആ ത്രെഡ് പുറത്തേക്ക് വരുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ ഒരു വര വരും. ആ വര വന്നു കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ അതില്ലാണ്ടൊരു മീഡിയം ടൈപ്പിൽ വേണം ടൈറ്റ് ചെയ്ത് നിർത്താൻ. അങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മളത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യങ്ങളത് ശ്രദ്ധിക്കുക. അങ്ങനെ 2 സൈഡിൽ MT ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷവർ ക്ലോക്ക് സെറ്റ് ചെയ്യാം. ഷവർ ക്ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നോക്കേണ്ടത് ഏരോ മാർക്കാണ്. ഷവർ ക്ലോക്കിൻ്റെ മേലെ ആ ഏരോ മാർക്ക് എപ്പോഴും മേലേക്കായിട്ടാണ് നിൽക്കണം. ഷവറിൻ്റെ മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഷവർ ക്ലോക്ക് സെറ്റ് ചെയ്യുക. സെറ്റിങ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുക. മെഷീൻ കൊടുന്ന് പ്രഷർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടൈലോട്ടിക്കുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ പറ്റും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ മെഷീൻ ഇല്ലെങ്കിൽ അതുപോലെ അതൊക്കെ നമ്മൾ ചെയ്തതുപോലെ പോലെ വാട്ടർ ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, പുതിയ പണി പിടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ 2-3 ദിവസം വാട്ടർ ടാങ്കിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 2 ദിവസം നോക്കിയതിന് ശേഷം ടൈലോട്ടിക്കുക. കാരണം കൊടുത്തപ്പോൾ തന്നെ ലീക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ 2-3 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഷവർ ക്ലോക്ക് ടെസ്റ്റ് ചെയ്യാം. വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരില്ല. ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷവർ ക്ലോക്കിൻ്റെ അളവ് കൊടുക്കുന്നത് ഫിനിഷിങ്ങിലാണ്. ടൈലിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ അളവ് കണ്ടതിന് ശേഷം ടൈലിൻ്റെ മുകളിൽ ഫിനിഷിങ്ങിൽ നമുക്ക് 115 സെൻറ്റിമീറ്ററാണ് അത് കിട്ടുന്നത്. 115 മുതൽ 120 വരെ കൊടുത്തോളം കുഴപ്പമില്ല. ചെറിയ വ്യത്യാസം വന്നാലും പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ 115 കൊടുക്കുക. ഷവറിൻ്റെ സെൻറ്ററിലേക്ക് 115 എടുക്കും. അതുപോലെ ഷവർ പോയിന്റിലേക്ക് 210 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഷവറിൻ്റെ ഹൈറ്റ് വരിക, ടോപ്പിലത്തെ ഹൈറ്റ്. ഷവർ ക്ലോക്കിൻ്റെ അളവ് 115 സെൻറ്റിമീറ്റർ. അപ്പോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അളവും കൂടി ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഷവർ ക്ലോക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഉറപ്പിക്കാൻ നോക്കണം. സിമെൻറ്റ് ഇട്ട് നന്നായി ഉറപ്പിക്കുക, ആടി കളിക്കരുത്. അതുപോലെ ഷവറിൻ്റെ പോയിൻ്റ് ആയാലും ബാത്റൂമിൽ പ്ലംബിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ എല്ലാ പോയിൻറ്റുകളും നമ്മൾ അടിപൊളിയായിട്ട് ഉറപ്പിക്കണം. ഒരു കാരണവശാലും ഇളക്കരുത്. ഭാവിയിലായാലും ടൈൽ വർക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഫിറ്റിങ്സ് ചെയ്യുമ്പോഴും ഒന്നും ടാപ്പൊക്കെ പിടിപ്പിക്കുമ്പോൾ ആടാൻ പാടില്ല. അപ്പോൾ അത്രയും ക്ലിയറായിട്ട് അത് ഉറപ്പിക്കുക തന്നെ വേണം. സിമെൻറ്റ് ഇട്ട് നന്നായി ഉറപ്പിക്കുക. അപ്പോൾ
ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ഭാവിയിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് ടാപ്പ് അയക്കലും ഇതൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആടി കളിച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ബാത്റൂമിൽ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഉറപ്പിച്ച് സെറ്റായിട്ട് ചെയ്യുക.